അപ്പൊ നമുക്ക് എങ്ങനെയാണ് മടി വരുന്നതെന്ന് ആദ്യം നമുക്ക് ചിന്തിക്കാം. മടി കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് നമ്മുടെ ബ്രെയിനിൽ ഡോപ്പമിന്റെ അളവ് കുറയുമ്പോഴാണ് നമുക്ക് മടി കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അപ്പൊ ആ ഒരു ഡോപ്പമിന്റെ അളവ് കൂട്ടുമ്പോഴാണ് ആ ഒരു എനർജി ബാക്ക് ടു എനർജിയിലേക്ക് നമുക്ക് വരികയും ആ നമ്മളിൽ നിന്ന് മടികൾ കൂടുതൽ മാറാനൊക്കെ ആയിട്ട് സഹായിക്കുകയും ചെയ്യുന്നത്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ചിലപ്പോൾ നമ്മൾ വൈറ്റമിൻ ഡിയുടെ കുറവും അതുപോലെ തന്നെ അയൺ ഡെഫിഷ്യൻസിയുടെ കുറവും ഉണ്ടെങ്കിലും നമുക്ക് അതുപോലെ ഈ ഫറ്റീഗും തളർച്ചയൊക്കെ അനുഭവപ്പെടും. ഒന്നും ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഇല്ലാതിരിക്കുകയും ചെയ്യും. അപ്പൊ ആദ്യമായിട്ട് ഒത്തിരി മടിയായിട്ട് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ മെഡിക്കലി നമ്മളത് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. നമുക്ക് ഡോപ്പമിന്റെ അളവ് ഇൻക്രീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു എന്തെങ്കിലും ഒരു ഡിസീസ് കണ്ടീഷൻസ് കൊണ്ടാണോ നമുക്ക് ഒത്തിരി തളർച്ച അനുഭവപ്പെട്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കാത്തതെന്ന്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡോപ്പമിന്റെ ലെവൽ കൂട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന്. അതിനായിട്ട് നമുക്ക് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമ്മൾ സക്സസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനെ ഡ്രീം കാണുക. ഡ്രീം കണ്ട് ഞാൻ അതിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ള ഒരു ഡ്രീം കാണുമ്പോൾ തന്നെ നമ്മുടെ ഒരു ബ്രെയിൻ അതിലേക്ക് ആക്ടിവേറ്റ് ചെയ്യുകയും നമുക്ക് കൂടുതലായിട്ട് ആ ഒരു കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു എനർജി നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു ബ്രെയിനിലേക്ക് ആ ഒരു ഇമ്പൾസ് കടന്നു ചെന്ന് നമുക്കത് ചെയ്യാനുള്ള ഒരു എനർജി നമ്മളിൽ രൂപപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ നമുക്ക് പറ്റുന്ന കാര്യമാണ് നമുക്ക് ചെയ്യാനുള്ള ഒരു ടാസ്ക് ഒരു വലിയൊരു ടാസ്ക് ആണെങ്കിൽ നമുക്കത് ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു വലിയൊരു പേടിയാവും. ഒരു പക്ഷെ നമുക്കൊരു വലിയൊരു മല കയറാനുണ്ടെങ്കിൽ നമ്മൾ ആ മല കാണുകയാണെങ്കിൽ അയ്യോ ഇത്രയും വലിയ മല എങ്ങനെ ഞാൻ കയറിപ്പെടുത്തും എന്നുള്ളൊരു ചിന്തയാണാവും. എന്നാൽ ആ ഒരു മലേനെ നമ്മളൊരു ഡിവൈഡ് ചെയ്ത് ഓക്കെ ഞാൻ ആദ്യം ഒരു കുറച്ച് സ്ഥലത്ത് എത്തും, അവിടെ ചെന്ന് ഞാൻ ഒരു റെസ്റ്റ് എടുക്കും, അത് കഴിഞ്ഞ് അടുത്തൊരു ഡെസ്റ്റിനേഷൻ, അങ്ങനെ ഒരു നമ്മളുടെ ഒരു ജോലികൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളാണ് അച്ചീവ് ചെയ്യാനിരിക്കുന്നത് അതിനെ ആ ഒരു ടാസ്കുകളെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കാണുന്ന ആ ഒരു വലിയൊരു കാര്യത്തിലേക്ക് ആ ഒരു വലിയൊരു ടാസ്ക് ആയിരിക്കില്ല, ഒരു ചെറിയ ടാസ്ക്. ഓക്കെ, ആ ഒരു ചെറിയ ടാസ്ക് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ തുണി മടക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു നമ്മുടെ വീട്ടിലൊരു ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. പെട്ടെന്ന് നമ്മളൊരു ദിവസം തീരുമാനം ഓക്കെ വീട് മുഴുവൻ ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ അല്ലെ ഡീപ് ക്ലീനിങ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അത് ചിന്തിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ സമയത്ത് നമുക്ക് ടയർഡാവും. എന്നാൽ ഓക്കെ ഇന്നത്തെ ദിവസം ഞാൻ ഫ്രണ്ട് റൂം മാത്രം അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഞാൻ ഫ്രിഡ്ജ് മാത്രം, അങ്ങനെ നമ്മൾ ഓരോ ഏരിയ വൈസ് നമ്മൾ ഡിവൈഡ് ചെയ്ത് ചെയ്യാനായിട്ട് തീരുമാനിക്കുവാണെങ്കിൽ അത് ഒത്തിരി നല്ലതായിരിക്കും. അതോടൊപ്പം തന്നെ ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ കാര്യങ്ങൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഞാനതൊരു പേപ്പറിൽ എഴുതാനായിട്ട് ശ്രമിക്കും. ആ എഴുതിയിട്ട് ഒരു ടാസ്ക് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ അത് ഒന്നെങ്കിൽ നമ്മൾ ടിക്ക് ഇടുക അല്ലെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്തു പോകുമ്പോൾ നമ്മൾക്ക് കിട്ടിയ കാര്യങ്ങളിൽ ഒരു സക്സസ് ആകുമ്പോൾ നമ്മുടെ